അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബോധാവസ്ഥയിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലുള്ള വിവരമാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. 15,500 കോടി മൂല്യമുള്ള പ്രകൃതിവാതകം പുതിയതായി ഇറാനിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള പ്രാധാന്യ വാർത്തയായിട്ട് മാറുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നത്. സ്ഥിരീകരിച്ചു കൊണ്ടാണ് പിന്നീട് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇറാൻ്റെ പ്രകൃതിവാതക മന്ത്രി തന്നെ അത് സ്ഥിരീകരിച്ചു. അത് ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇറാനിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തത്. ആ നിക്ഷേപം കണ്ടെത്തി എന്നുള്ളത് മുൻപുള്ളതോ ശേഷമുള്ളതോ എന്നതിനെക്കുറിച്ച് അതിന് അഭിപ്രായ വ്യത്യാസം. പുതിയതാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. തെക്കൻ ഇറാനിലെ ഫാർസ് പ്രവിശ്യയിൽ 7.5 ട്രില്യൺ കുബിക് ആസ്തിയുള്ള അല്ലെ കുബിക് അടിയുള്ള TCP ആണ് അതിന് പറയുന്നത്. മൊത്തത്തിൽ അതിൻ്റെ ഈ കണക്കെടുക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ അളവ് തിട്ടപ്പെടുത്തുന്നത് ഏകദേശം 212 ബില്യൺ ഘനമീറ്റർ. ഇറാൻ്റെ എണ്ണ മന്ത്രി മോഹ്സിൻ പാക്ക് നജാദ് ഇത് പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വാതശേഖരം. അതിന് ഏകദേശം ഇന്നത്തെ മൂല്യം കണക്കാക്കുന്ന സമയത്ത് 15,500 കോടി വരാൻ പോകുന്ന ഒരു 20-30 വർഷത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സുഖകരമായ രീതിയിൽ ജീവിക്കാൻ ഈ സമ്പത്ത് മതി എന്നാണ് കണക്കാക്കുന്നത്. ഇറാനിൽ ഗ്യാസ് നിക്ഷേപം കണ്ടെത്തി എന്നുള്ളതാണ് മറ്റൊരു പത്രം റിപ്പോർട്ട് ചെയ്തത്. ഗ്യാസ് നിക്ഷേപം മൊത്തത്തിൽ അവിടെ കുറവാണ്, പക്ഷേ ഉണ്ട്, അത് വിൽപ്പന നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയത് ഉള്ളതിൽ വെച്ച് ഏകദേശം 150 മടങ്ങ് അധികമാണ് എന്ന തരത്തിൽ. അതിന് പുറമെ അത് തന്നെ അവസാനിക്കില്ല. അതിന് പുറമെ അമുദറിയ ഭാഗത്ത്, അത് വടക്ക് ഇറാൻ്റെ ഭാഗത്താണ് വരുന്നത്. ഇനിയും കണ്ടെത്താനായി 442 മില്യൺ ബാരൽ ഓയിലും 218 TCF ഗ്യാസും ഉണ്ടാകാമെന്ന് വിലയിരുത്തുന്നു. അത് പരീക്ഷണാടിസ്ഥാനത്തിലും നിരീക്ഷണാടിസ്ഥാനത്തിലും ശാസ്ത്രീയമായ രീതിയിലുമുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവരത് പുറത്തുവിട്ടത്. പുതിയ മിസൈൽ ഫാക്ടറി നിർമ്മിക്കാൻ എങ്ങനെ അത് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരമാണ് പറയുന്നത്. പുതിയ മിസൈൽ ഫാക്ടറി നിർമ്മിക്കാൻ, പുതിയ മിസൈൽ സൂക്ഷിക്കാനല്ല കേട്ടോ, ഫാക്ടറി നിർമ്മിക്കുക. ആ ഫാക്ടറി നിർമ്മിക്കുന്നത് ഏകദേശം ഭൂമിക്കടിയിലേക്ക് 1/2 കിലോമീറ്ററോ 1 കിലോമീറ്ററോ തുരന്നുകൊണ്ട് അതിൻ്റെ മേലെ ബങ്കർ ബസ്റ്റർ ബോംബൊക്കെ അമേരിക്ക ഇടുന്ന സമയത്ത് തകരാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഫില്ലർ ആദ്യം വാർത്തിട്ടാണ് പ്രവൃത്തി നടത്തുക. ഇത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ അവിടെ ബങ്കർ ബസ്റ്റർ ബോംബൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 1/4 കിലോമീറ്റർ തുരന്നിട്ട് ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അത് ചെതറിങ്ങായിട്ട് കഷ്ണമായി പോയി എന്നല്ലാതെ അവരുടെ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് IAEA തന്നെ സ്ഥിരീകരിച്ചു. അവർ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. സംഭവങ്ങൾ ഷോർട്ടേജ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന് നമുക്ക് സംശയം എന്ന് പറഞ്ഞുകൊണ്ട് അത് അമേരിക്ക അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പുതിയ മിസൈൽ ഫാക്ടറി നിർമ്മിക്കാൻ ഭൂഗർഭ മേഖലയിൽ മൈനിങ് നടത്തിയപ്പോഴാണ് ലോകത്തെ ഞെട്ടിച്ച സമ്പത്തിൻ്റെ ധാതുക്കൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. അത് ഇറാൻ്റെ പല മേഖലകളിൽ പല ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടെന്ന് പെട്രോളിയം അതോടൊപ്പം തന്നെ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. കണ്ടെത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പലതും പരാജയപ്പെടുന്നു. എന്നാൽ ചിലതൊക്കെ കിട്ടാറുണ്ട്. ആ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചുരുക്കം. ഇറാൻ്റെ വ്യത്യസ്ത മേഖലയിൽ ഭൂഗർഭ ഘടന പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരം മേഖല സംശയമുള്ള മേഖല കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഇത്തരം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നിരീക്ഷണം നടത്തുകയും സാധ്യമെന്ന് അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന മേഖല തിരയുകയും ചെയ്യുന്ന ഒരു ടീം ഇറാൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു. അവർ ഭൂഗർഭ ഘടനയാണ് ആദ്യം പഠിക്കുക. ആ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ കൃത്യമായ രീതിയിൽ പൗരാണിക കാലത്ത് പേർഷ്യൻ സാമ്രാജ്യ കാലത്തൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അതിന് മുൻപ് എഴുതപ്പെട്ടതുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഭൂമിയെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഴയ തലമുറ ജീവിച്ചിരിക്കുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ഇയാളുടെ യേശു ക്രിസ്തുവിൻ്റെ ആ കാലഘട്ടത്തിൽ AD BC ഒക്കെ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച പൗരാണിക മനുഷ്യന്മാർ പല ഘട്ടങ്ങളിലായിട്ട് ചില പ്രദേശങ്ങളും നഗരങ്ങളും വിട്ടുകഴിഞ്ഞ് പോയിട്ടുണ്ട്. മാറി മാറി അവർ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും പഠനം നടത്തുക. അപ്പോൾ ഒരു തലമുറ കഴിയുന്ന സമയത്ത് ചില ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള വിഭാഗങ്ങളൊക്കെ ഒരു പ്രദേശത്ത് അങ്ങോട്ട് താമസിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗോത്ര വിഭാഗങ്ങൾ അങ്ങനെയാണ്,
ഒരു ഗോത്രം എന്ന് പറയുന്നത് ഒരു പ്രദേശം അപ്പാടെ തന്നെ ഒരു ചുറ്റളവായിട്ട് വളച്ച് കെട്ടിയിട്ട് അവിടെയാണ് താമസിക്കുക. തലമുറയായിട്ട് അവിടെയാണ് ജീവിക്കുക. അവിടെ നിന്ന് ഇങ്ങനെ വിസ്തൃതമായിരിക്കുന്ന ഭാഗത്തിലേക്ക് അതിനോട് ചേർന്ന് കൊണ്ട് നീട്ടി കൊണ്ടുപോവുകയും ചെയ്യാം. കൂടുതലും അതുണ്ടാകുന്നത് എവിടെയാണ്? കടൽ തീരത്താണ്. അതാണ് കടലിൻ്റെ ഭാഗം ചേർന്ന് കൊണ്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയാറുണ്ടല്ലോ. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ആ മെസോപ്പൊട്ടേമിയൻ കടലാണ്. നൈൽ നദി സംസ്കാരം ഈ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒരു കടൽ തീരവുമായിട്ട് ചേർന്ന് കൊണ്ടാണ് പല ഘട്ടത്തിൽ അതുണ്ടാകുന്നത്. പിന്നെ സിന്ധു നദി സംസ്കാരത്തിൻ്റെ ഭാഗം അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ഹിന്ദു സംസ്കാരം, ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടുള്ള പരിവർത്തന രീതികളിലൊക്കെ കാര്യങ്ങൾ പോയത് എന്നൊക്കെ നമ്മൾ സ്കൂൾ കാലത്ത് തന്നെ പഠിച്ചതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ സാംസ്കാരിക. എന്നിട്ട് ഈ തലമുറ അവിടെ നിന്ന് ഒരുപാട് കാലം കഴിയുന്ന സമയത്ത് അതിൽ പുതിയൊരു തലമുറ വരുമ്പോൾ പുതിയ ചിന്തകളായിരിക്കും, പുതിയ പ്രവൃത്തി. ഇപ്പോഴത്തെ തലമുറ മുൻപ് ചിന്തിക്കുന്ന പോലെ അല്ല എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കണം തോന്നും. അങ്ങനെ അവരും അവരുടെ തലമുറ, അവരുടെ ശേഷിപ്പുള്ള ആളുകളും ചിലപ്പോൾ കുറച്ച് ദൂരത്തോട്ട് മാറി നഗരം കേന്ദ്രീകരിച്ച് മാറും. അങ്ങനെ 2, 3 അല്ലെങ്കിൽ 4 ഭാഗങ്ങളായിട്ട് ഇവരിങ്ങനെ വിഭജിക്കുന്ന സമയത്ത് ഇവിടെ പിന്നെ മൊത്തത്തിൽ ഇല്ലാതാവും. അങ്ങനെ ഇല്ലാതാകുന്ന സമയത്ത് അവരുടെ ശേഷിപ്പ്, പഴയ കാലത്തുള്ള കിണറുകൾ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ അടുപ്പുകൾ, താമസ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവിടെ ശേഷിക്കും. ഇതിൽ പഠനം നടത്തും. അങ്ങനെ പഠനം നടത്തുന്ന സമയത്ത് അവിടെ ശേഷിച്ച് പോയിരിക്കുന്ന സംഭവങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കളോ കാര്യങ്ങളോ ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റെങ്കിലും പ്രവർത്തികളുണ്ടോ കണ്ടെത്തും. അങ്ങനെയാണ് ചരിത്രപരമായിരിക്കും കണ്ടെത്തൽ. ഈ രീതിയിൽ പഠിക്കുന്ന വിഭാഗമാണ് ഭൂഗർഭ ഘടന പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവരാണ് ഈ മേഖലയിൽ പഠനം നടത്തിയത് എന്ന് പറയുന്നു. സെയ്സ്മിക് സർവേ നടത്തും. പിന്നെ സെയ്സ്മിക് സർവേ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സർവേ സംവിധാനമുണ്ട്, അത് നടത്തപ്പെടും. എക്സ്പ്ലോറട്ടറി വെല്ല് കുഴിക്കും. അത് കിണർ പോലെയുള്ള വലിയ താഴ്ചയുള്ളൊരു സംവിധാനമാണ്. അത് കുഴിച്ച് അതിലുള്ള പഠന നിരീക്ഷണമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഗ്യാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നീട് അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് സ്ഥിരീകരണം ഉണ്ടാവുക. അങ്ങനെ സ്ഥിരീകരിച്ചതാണ് എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മിസൈൽ സംവിധാനം നിർമ്മാണ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി മൈനിങ് നടത്തി എന്നും പറയുന്നു. ഇത് കൃത്യമായി കഴിഞ്ഞാൽ പിന്നീട് ഇത് ശേഖരണത്തിൻ്റെ വലിപ്പം കണക്കാക്കുന്നു. ഇതെങ്ങനെയാണ് ശേഖരിച്ച് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് അവർ പഠനം നടത്തുന്നു. പിന്നീട് എന്ത് ചെയ്യും? നിർമ്മാണം, ശുദ്ധീകരണം, വിതരണം. നിർമ്മിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, വിൽപ്പന നടത്തുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഓരോരോ 1 by 1 ആയിട്ട് നമ്മൾ അറബി പറയുന്ന സമയത്ത് തർത്തീബ് ആയിട്ട് ഇത് ചെയ്യപ്പെടുന്നത്. ഇനി വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ അമേരിക്കയുടെ ഉപരോധമുണ്ട്. ഉപരോധം എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഇതിൽ അതും കാണാൻ വേണ്ടി സാധിക്കുന്നു. അവർ ഭയങ്കര തന്ത്രമുള്ളവരാണ് ഇറാനികൾ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അവർ പറയുന്നത് ഇറാഖിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇറാഖ് പ്രതിവർഷം 4 മുതൽ 5 ബില്യൺ ഡോളർ വില വരുന്ന ഗ്യാസ് വിൽപ്പന നടത്തുന്നുണ്ട്. ഇറാനും ഇറാഖും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഇറാഖിലേക്ക് ഗ്യാസ് വരുന്ന സമയത്ത് തടയാൻ വേണ്ടി അമേരിക്ക പറയാൻ വേണ്ടി പറ്റില്ല. അമേരിക്കയുടെ സൈനികർ തന്നെ അവിടെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. രാജ്യം വിട്ടു പോകണമെന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ കൂടി ഇടപെടൽ നടക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസമാണ്. അതിൽ ഒരു ഇടപെടൽ വർഷാന്തം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ തുർക്കിയും ഇറാനും തമ്മിൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഇപ്പം തന്നെ നിലവിലുണ്ട്, ഒരുപാടില്ലെങ്കിൽ പോലും. ആ 2 ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് വിൽപ്പന നടത്തുന്നതിനെക്കുറിച്ച് പോലും ഇറാൻ ആലോചിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ വലിയ രീതിയിൽ തകർച്ച അനുഭവിക്കുന്ന രാജ്യമായി അമേരിക്ക മാറിയിട്ടുണ്ട്. ഇറാനിൽ ഏതായാലും അതുണ്ട്. അപ്പോൾ ഇറാൻ പതുക്കെ സാമ്പത്തിക മികവിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് എന്നല്ല, ലളിതവൽക്കരിച്ചുകൊണ്ട് അവരങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അനുമാനിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ കറൻസിക്ക് മൂല്യം ഇടിവുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ കൊടുത്താൽ അവിടെ 75 80 അവരുടെ റിയാൽ കിട്ടും, അതായത് ഇറാൻ്റെ റിയാൽ കിട്ടും. ആ തരത്തിലാണ് അവരുടെ ഈ കറൻസിയുടെ മൂല്യം ഇടിവുള്ളത്. പക്ഷേ അവർക്ക് എന്തോ തരത്തിൽ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ലാത്തത്. അപ്പോൾ ഇതും കൂടി ലഭിച്ചതോടുകൂടി അവർക്ക് വലിയ രീതിയിലൊരു ധൈര്യം വന്നിരിക്കുന്നു. അതിജീവിക്കാൻ ഇനിയും അവർക്കിടയിൽ സാധ്യതകളുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു എന്ന് കൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടുത്തി വീണ ഒരു സ്ഥിതിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇതിനെങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും അറിയില്ല. പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പൊടുന്നനെ അമേരിക്ക വീണിരിക്കുന്നതാണ്. ഒരു യുദ്ധം ചെയ്യാൻ ഇനി അവർക്ക് ധൈര്യമില്ല, ശക്തിയില്ല,
അതേപോലെ തന്നെ ഒരു ആത്മബലവുമില്ല. സൈനികരെ സംബന്ധിച്ചോളം നിരാശയിലാണ്. അവർ ഈ സൈന്യവേഷം ഒന്ന് അയച്ചു മാറ്റിയാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ അമേരിക്കയുടെ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഈ ഭാഗത്തേക്ക് അറബ് രാജ്യങ്ങളിൽ യുദ്ധത്തിന് വന്നിരിക്കുന്ന സൈനികരുടെ മാനസികാവസ്ഥ വല്ലാത്ത പ്രയാസമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. പകരം ഇറാനെ സംബന്ധിച്ചിടത്തോളം നിത്യേന എന്ന് പറയും പോലെ അവർക്ക് സൈന്യത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. രണ്ട് മാനസികാവസ്ഥ ഉള്ള വിഭാഗമാണ് ഇറാനികളും അമേരിക്കയും. അതുകൊണ്ട് ഒരിക്കൽ പോലും അമേരിക്കക്ക് ഇറാൻ്റെ മേൽ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.